വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുനിയമനം. സഹോദരി ഭർത്താവ് കണ്ണൂർ ഉളിക്കൽ സ്വദേശി ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി. സഹോദരി ഭർത്താവിന് നിയമനം. പാർട്ടി ഭാരവാഹികളായ നിരവധി പേരുടെ അപേക്ഷ തള്ളിയെന്നാണ് ആക്ഷേപം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു മാസം എത്ര ശമ്പളമുള്ള പദവിയാകും? അദ്ദേഹം സജീവ പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി നേതാവാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനകത്തുള്ള അനൗചിത്യം ഇല്ലാതാവുന്നില്ല ഷഫീദ്? ഹഷ്മി, ഉറപ്പായിട്ടും. കാരണം ഇന്നലെ വൈകിട്ടാണ് ഈ സ്റ്റാഫ് അംഗങ്ങളുടെ, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫ് അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. ലിസ്റ്റ് വന്നപ്പോഴാണ് മന്ത്രിയുടെ സഹോദരിയുടെ ഭർത്താവും സ്റ്റാഫിൽ ഇടം പിടിച്ചതായി വിവരം പുറത്തേക്ക് വരുന്നത്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചത്. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 പേരെ നിയമിച്ചായിരുന്നു ഇന്നലത്തെ ആ ഉത്തരവ്. സ്റ്റാഫിൽ ബന്ധു നിയമനം നടത്തിയതിനെതിരെ LDF ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ബെന്നി പക്ഷേ നിലവിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. ഈ സണ്ണി ജോസഫും ബെന്നിയും ബന്ധുക്കളാകുന്നതിന് മുൻപേ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു എന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം. ബെന്നി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫ് MLA ആയപ്പോൾ മുതൽ ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ബെന്നി. പേരാവൂരിലെ കോൺഗ്രസ് പരിപാടികളുടെ മുഖ്യ സംഘാടകനാണ് ബെന്നി എന്നൊക്കെയുള്ള വാദങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഇതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി നിരത്തുന്നുണ്ട്. ഏതായാലും ബന്ധു നിയമന വിവാദം ഇതിനോടകം തന്നെ ചർച്ചയാവുകയാണ്. നമുക്കറിയാം, നേരത്തെ മുൻ മന്ത്രിസഭകളടക്കം ഉണ്ടായിട്ടുള്ള ബന്ധു നിയമനം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സണ്ണി ജോസഫിന്റെ പ്രതികരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തർ വാർത്തയുടെ വിവരങ്ങൾ നൽകുക. ഷഫീദ്, ഇതിൽ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം വരുന്നുണ്ടോ? നേരത്തെ പണ്ട് PK ശ്രീമതി ടീച്ചർ സമാനമായൊരു ബന്ധു നിയമനം നടത്തുകയും അതിൽ നിന്ന് അവർ പിന്മാറുകയും ഒക്കെ ചെയ്ത കാലം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? സണ്ണി ജോസഫിന്റെ പ്രതികരണം എപ്പോൾ പ്രതീക്ഷിക്കണം ഷഫീദ്? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം അദ്ദേഹം സജീവ പാർട്ടി പ്രവർത്തകനും പാർട്ടി നേതാവൊക്കെ ആണെങ്കിൽ മന്ത്രിയുടെ ബന്ധുവായി എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു അയോഗ്യതയാവുന്നില്ല. പക്ഷെ അതിനേക്കാൾ യോഗ്യരായ ആൾക്കാരോട് നിൽക്കുമ്പോൾ വളരെ അടുത്ത ബന്ധു, വലിയ ശമ്പളമുള്ള പോസ്റ്റ് കേട്ടോ, 5 വർഷം നല്ല ശമ്പളമുള്ള പോസ്റ്റാണ്. പിന്നീടുള്ള ആനുകൂല്യങ്ങളും ഉണ്ട്. മാത്രമല്ല അതൊരു കുടുംബ വകുപ്പായി മാറുമോ എന്നൊക്കെയുള്ള സംശയം ആൾക്കാരിലുണ്ടാകും. തീർച്ചയായിട്ടും അനൗചിത്യം എന്നൊരു വാക്കുണ്ട്, അനൗചിത്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സണ്ണി ജോസഫ് അതിൽ മറുപടി പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.